നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചതാണ്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വ്യക്തമാക്കി. കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ സമ്മതിക്കുമ്പോൾ അതിൻ്റെ പരിഹാര മാർഗം എന്ത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഈ ചോദ്യപേപ്പർ ചോർച്ച കുറ്റസമ്മതം സർക്കാർ നടത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് സുപ്രീം കോടതി കണ്ടത്? ഗോപി, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലൊരു അവ്യക്തതയുണ്ട് എന്ന് തോന്നുന്ന പ്രതികരണമായിരുന്നില്ല കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതി പ്രധാനപ്പെട്ട നിരീക്ഷണമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ, ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ പ്രാഥമികമായി കേട്ടുകൊണ്ട് വ്യക്തമാക്കിയത് 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന വിധത്തിലേക്ക് ഏതെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളാൻ തങ്ങൾക്ക് ബാധ്യതയില്ല. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നു എന്ന വസ്തുതയാണ്. കേന്ദ്ര സർക്കാരും NDAയും എത്ര സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ചോദ്യപേപ്പർ ചോർന്നു എന്ന വസ്തുത അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ ആ വസ്തുതയെ അംഗീകരിച്ച് സമർപ്പിക്കുന്ന മറുപടിക്കും നിലപാടിനും മാത്രമേ പ്രസക്തിയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. ഇതിന് അടിസ്ഥാനമായിട്ട് മാറിയത് സുപ്രീം കോടതിയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാടാണ്. സോളിസിറ്റർ ജനറലും NDAയും സ്വീകരിച്ച നിലപാടനുസരിച്ച് രാജ്യത്തെ 2 ഇടങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും വിധത്തിൽ ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അത് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയും റീടെസ്റ്റ് അടക്കമുള്ളവ ചെയ്യാം എന്ന വിധത്തിലേക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഈ റീടെസ്റ്റിന് വിധേയരാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പ്രായോഗികമല്ല എന്ന നിരീക്ഷണമാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. ഇതിനെ ഏതാണ്ട് ഫലത്തിൽ അംഗീകരിച്ചുകൊണ്ട് വാദങ്ങൾ കേട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റീടെസ്റ്റ് അല്ല തങ്ങൾ മുൻവിധിയോടുകൂടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പരീക്ഷയുടെ കൃത്യമായിട്ടുള്ള നടത്തിപ്പ് അത് സുതാര്യമായിട്ടാണ് എന്നത് ബോധ്യമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വസ്തുതകളെല്ലാം കോടതിയുടെ മുന്നിലേക്ക് എത്തിയേ മതിയാകൂ. ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ 2 ഇടങ്ങളിലാണ് ചോർന്നത് എന്ന് സർക്കാർ പറയുമ്പോഴും രാജ്യത്ത് പലയിടങ്ങളിലും ഈ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഈ ചോദ്യപേപ്പറുകൾ വ്യാപിച്ചിരിക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പ്രതിഫലനം രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും എത്തിയോ എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ലഭിച്ച ഈ 1ാം റാങ്കുകാരുടെ എണ്ണത്തിലുള്ള വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആ വിധത്തിലുള്ള സംശയത്തിന് ബലം നൽകുന്ന ചിന്തകളാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്, കുറ്റം ചെയ്തവരെ അഥവാ ഈ ചോദ്യപേപ്പർ ചോർച്ച വഴി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത ഇതിലിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പുനഃപരീക്ഷ നടത്തണം എങ്കിൽ ചിലത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണല്ലോ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. വ്യവസ്ഥാപിത തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ട് എന്നത് പരിശോധിക്കണം. ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പരീക്ഷാ പ്രക്രിയയുടെയും സുഗമമായ സമഗ്രതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അതായത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ചോദ്യപേപ്പർ ചോർച്ച സമ്മതിച്ചിട്ടുണ്ട് സർക്കാർ, പക്ഷേ അത് ഈ വ്യവസ്ഥാപിതമായ തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണമെന്ന് കോടതി ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? ഗോപി, ഇപ്പോഴത്തെ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, എത്തിയിരിക്കുന്ന ഹർജിയിലെ രാജ്യവ്യാപകമായിട്ടുള്ള ഹർജിക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപ്തി, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് കോടതി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഹർജിക്കാർ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കോടതിയിലേക്ക് എത്തുമ്പോൾ ആക്ഷേപങ്ങൾ എല്ലാ ഭാഗത്തും ഉയർന്നു കേൾക്കുന്നു എന്ന ഒരു അനുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഈ വിധത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയത്. കോടതി പറയുന്നത് പുനഃപരീക്ഷ നടത്തണം എന്നതിൽ ഒരു മുൻവിധി കോടതിക്കില്ല. 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അതിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന രീതിയിൽ തീരുമാനങ്ങളിലേക്ക് പോകാനും കോടതി താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ പരീക്ഷയുടെ വിശ്വാസ്യത എന്നുള്ളത് പരമപ്രധാനമാണ്. ഈ പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർത്തിയത്, ആ ചോദ്യപേപ്പർ ചോർച്ച നടന്നത് വഴി ഗുണഭോക്താക്കളായവർ അവർക്ക് ലഭിച്ചിട്ടുള്ള
നേട്ടങ്ങൾ ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ഇവയ്ക്കെതിരെ നടപടി ഉണ്ടാവുകയും റീടെസ്റ്റ് അടക്കം സാധ്യമാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി നടപ്പാക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചർച്ചകളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഒരു പുനഃപരീക്ഷ എന്നുള്ളതാണ് ഉചിതം എന്ന് കോടതി പറയുന്നു. കാരണം പരീക്ഷയുടെ സമഗ്രത, വിശ്വാസ്യത ഇവയൊക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ ആ നടത്തിപ്പ് കൃത്യമായിരുന്നു എന്നത് പൊതുസമൂഹത്തിന് ബോധ്യമായി മതിയാകൂ. അതുകൊണ്ട് മറ്റേത് വിഷയം നിലനിന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അഥവാ ഇതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്താനായി സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പുനഃപരിശോധന യാഥാർത്ഥ്യമാക്കുകയാണ് ഏറ്റവും ഉചിതമെന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധനയുടെ കാര്യവും കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും കോടതി തേടിയിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതി പരിശോധിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് എന്താണ് പരീക്ഷാ ക്രമക്കേടിന് അടിസ്ഥാനമായിട്ട് മാറിയത്, എങ്ങനെയാണ് ഈ പരീക്ഷാ ക്രമക്കേട് നടന്നത്, ഈ സംവിധാനത്തിലെ പാളിച്ച എന്തൊക്കെയാണ്, ഈ സംവിധാനത്തിൽ എവിടെയൊക്കെയാണ് പുഴുക്കുത്തുകൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായി ഈ സമിതിക്ക് സാധിക്കും. അതാണ് ഉചിതം എന്ന നിരീക്ഷണമാണ് കോടതി പങ്കുവച്ചത്. ഒപ്പം 6 FIRകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. അന്വേഷണം ഉചിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു. പക്ഷേ അത് വ്യക്തമാക്കുന്ന വിധത്തിൽ CBI സ്റ്റാറ്റസ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10-ാം തീയതി ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് കോടതിയിൽ എത്തണം എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. NDA അവരുടെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വീണ്ടും അറിയിക്കണം. അത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന നിലപാട് അംഗീകരിച്ചുകൊണ്ടാകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സമാനമായിട്ട് കേന്ദ്ര സർക്കാരും സത്യവാങ്മൂലം 10-ാം തീയതി തന്നെ സമർപ്പിക്കണം. ഒപ്പം പരീക്ഷാ ക്രമക്കേടിൽ അതൃപ്തി വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി. പരീക്ഷ നടത്തണമെങ്കിൽ ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. വ്യവസ്ഥാപിതമായ തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പരീക്ഷാക്രമത്തിന്റെയും പ്രക്രിയയുടെയും സമഗ്രതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും കോടതി പറയുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് ഗുണഭോക്താക്കളായി ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ കണ്ടെത്തണം. അങ്ങനെ ഗുണഭോക്താക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പുനഃപരീക്ഷ ആവശ്യമില്ല എന്നതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ച കളങ്കം വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.